ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. അതോടൊപ്പം സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയും അതിനോട് കൂട്ടിപ്പെടുത്തിയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അലർജിയോ പ്രയാസമോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വൈസേഴ്സ് ഞങ്ങളെപ്പോലെയുള്ളവരെ ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുമ്പോൾ അവരൊരു അകൽച്ചയോടുകൂടി ഒരു വെറുപ്പിൻ്റെ ഭാഗത്തിൽ അത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കാണുന്ന പല ആൾക്കാരെയും നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു മൊബൈലാണെങ്കിൽ തന്നെ അതിനൊരു ഗാർഡ് വയ്ക്കുന്നുണ്ട്, സേഫ്റ്റി ഫിലിം ഒട്ടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പൗച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടി? തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആ മൊബൈലിനെ താൽക്കാലികം അല്ലെങ്കിൽ ചെറിയൊരു പരിക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കാതെ നിലത്ത് വീഴുക സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പരിക്കുകളെ നമ്മൾക്ക് അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ, മൊബൈലിന് കേട് പറ്റാതിരിക്കാൻ, പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നു, അതുപോലെ തന്നെ പൗച്ച് ഉപയോഗിക്കുന്നു, അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതായ മനുഷ്യരിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അത്തരത്തിൽ ഒരു കാര്യം തന്നെ ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സേഫ് പ്രൊട്ടക്റ്റഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട്, സേഫ്റ്റി ആകുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ സ്ട്രെസ്സ്, അതുപോലെ തിരക്ക് പിടിച്ച ജീവിതം, യാത്രയിലുണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ തന്നെ രോഗാവസ്ഥ, പരിതസ്ഥിതികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫുഡിൻ്റെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അഡിക്വേറ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല, അതുപോലെ തന്നെ സ്വസ്ഥമായി സ്വൈര്യമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് തിരക്കും, ടെക്നോളജിയൊക്കെ വർദ്ധിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും കൈക്കുമ്പിളിലാണ്. പക്ഷേ വേണ്ട രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല. ബ്രെയിൻ വർക്കും കൈകൊണ്ടുള്ള കാര്യങ്ങളുമാണ് കൂടുതലും പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഓർഗൻസ് നേരെ ചൊവ്വേ ആക്ട് ചെയ്യുന്നില്ല. നേരത്തെ കാലത്ത് കുട്ടികളൊക്കെ വീടുകളിൽ നിന്ന് സ്കൂളുകളാകട്ടെ അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാകട്ടെ കഴിയുന്നത് നടന്നു പോകുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും യാത്രകൾ നടന്നുകൊണ്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ സൈക്ലിങ് ഒക്കെ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ കളിക്കാൻ ഒക്കെ പോയിരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഇന്നത്തെ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അത്തരത്തിലൂടെ വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവ് വേളകളിൽ ഒരു ഫംഗ്ഷനാകട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണമാകട്ടെ എന്തെങ്കിലും പരിപാടികൾ കഴിയുന്നത്ര മൊബൈലിലോ അല്ലെങ്കിൽ അത്തരത്തിലൂടെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾക്കൊരു സർക്കാഡിയൻ ഋതമുണ്ട്. കാരണം എല്ലാ ഇന്റേണൽ ഓർഗൻസ് എപ്പോൾ നമ്മൾ ജന്മം കൊള്ളുന്നു, ഒരു മരണാവസ്ഥ വരുന്നവരെ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് ചൈതന്യം പോകുന്നത്, അതായത് മരിക്കുക എന്നുള്ള അവസ്ഥ വരുന്നത് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഓർഗൻസിന് ശരിയായ പ്രാണോർജം, അതുപോലെ വിറ്റാമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഇവയൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ അത്യാവശ്യത്തിന് എത്തേണ്ടതുണ്ട്, അത് എത്തിക്കേണ്ടതുണ്ട്. ശരിയായ ബ്ലഡ് സർക്കുലേഷൻ വേണം, ബ്ലോക്കുകൾ വരുന്നു, സ്റ്റെൻഡ് ഇടേണ്ടി ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി നമ്മൾ സ്വന്തമായി ഓരോ ദിവസങ്ങളിലും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എത്ര ചിന്തിച്ചാലും ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുപിടിച്ച ജീവിതത്തിൽ പലവിധ അസുഖങ്ങൾ വരാറുണ്ട്, വരുത്തി വെക്കാറുണ്ട്. അത് അശ്രദ്ധക്കുറവ് കൊണ്ടും രാവിലെ തന്നെ ഉണരുക, അതോടൊപ്പം തന്നെ ഈശ്വരനെ സ്മരിക്കുക, അതോടൊപ്പം ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക, ഫുഡിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ, ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ അഭാവവും നമ്മളെ രോഗത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ റെസ്റ്റ്, ഒരു ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഫുഡ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വേണ്ട രീതിയിൽ ഡൈജഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാൻ പലർക്കും പറ്റാറില്ല. അതും അസുഖങ്ങളിലേക്ക് ഇടവരുത്താറുണ്ട്. അതുപോലെ തന്നെ ശുദ്ധജലത്തിൻ്റെ അഭാവം അതും നമ്മളെ അസുഖത്തിലേക്ക് കടത്താറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡ് കഴിക്കൽ, അതുപോലെ ചായ, ബേക്കറി സാധനങ്ങൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് രീതികളും ഒക്കെ അസുഖത്തിലേക്ക് കിടക്കണം. അപ്പോൾ ഇതിലൊക്കെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വരുത്തുക, വേണ്ട രീതിയിൽ സമയക്രമവും അതുപോലെ വേണ്ടത് ഏത് വേണ്ടാത്തതെന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രോഗാതുരിതമായി തീരില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചാലും ഒരു പരിധിവരെ രോഗങ്ങളെ പിടിച്ചു നിർത്താമെങ്കിലും പിന്നീട് വരുന്നതായിട്ടുള്ള അസുഖങ്ങൾ, ഹോസ്പിറ്റലൈസേഷൻ ഇന്ന് നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ അവയിൽ നിന്ന് നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ഫ്രീ ആയിട്ട്
അതായത് കാഷ്ലെസ് ആയിട്ട് നമുക്ക് സാധ്യമാവും എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പല കുടുംബങ്ങളെയും നോക്കിയാൽ പ്രീമെച്വർ ഡെത്ത്, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുക, അതല്ലെങ്കിൽ ലോങ് ടൈം, അതായത് വളരെയധികം കാലം അസുഖം പിടിച്ചുകൊണ്ട് ജോലിയില്ലാതെ, ജോലിക്ക് പോകാൻ പറ്റാതെ, പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുക. അത്തരത്തിലുള്ള അവസ്ഥയിൽ നമുക്കൊരു സ്ഥായിയായ സ്ഥിരമായ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിന് ലൈഫ് ഇൻഷുറൻസ് കവർ, അതല്ലെങ്കിൽ നമുക്കൊരു പെൻഷൻ സ്കീം എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാമെന്ന് പറഞ്ഞുകൊണ്ടും പല വീഡിയോസ് ഇതിനോടനുബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നതിനെക്കുറിച്ചും, ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ചും, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ചും, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിനെ കുറിച്ചും വിശദമായി പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നത് ഇൻഫർമേറ്റീവ്സായ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കാൻ സാധ്യമാകും എന്നറിയിച്ചുകൊണ്ടും എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക്